എനിക്ക് തോന്നണം ഇവനെന്തോ പതുങ്ങി നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. അവനെ കൊല്ലുമെന്ന് നേരത്തെ ഫോൺ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ തക്കം നോക്കി ആരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ കയറി കുത്തിയതാണ്. കടക്കാത്ത കയറി കുറച്ചു നേരം സംസാരിച്ച് പിന്നെയാണ് കുത്തണത്. ഒരാള് ചോരയെ കുടിച്ച് കിടക്കണം വന്ന് നോക്കാം. ഞാൻ ഓടി വന്ന് നോക്കാൻ നേരത്തെ ഈ കടക്കാരനാണ് കിടക്കണം. അപ്പൊ ഞാനോർത്ത് സ്വയം അറിഞ്ഞു ഒരു പാവം ചക്കര ആത്മഹത്യ ചെയ്താണ് എന്താണ്. പിന്നെയാണ് അറിയണത് CCTV ക്യാമറ എടുത്ത് വരുമ്പോഴാണ് പറഞ്ഞത് പുള്ളിനെ കുത്തിയതാണ്. പുള്ളി 6-7 മണിവരെ പുള്ളി ഇവിടെ നിൽക്കുന്നതാണ് കടയിലാണ്. കാണാൻ വല്ല പരിചയമില്ല, നല്ലൊരു സലാം കൊടുക്കും എൻ്റെ വീട് ഇതാകും. പുള്ളി പിന്നെ അകത്തേക്ക് കയറി ഇരുന്ന്. അപ്പം എനിക്ക് തോന്നണം ഇവനെന്തോ പതുങ്ങി നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. അവനെ കൊല്ലുമെന്ന് നേരത്തെ ഫോൺ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ തക്കം നോക്കി ആരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ കയറി കുത്തിയതാണ്. കടക്കാത്ത കയറി കുറച്ചു നേരം സംസാരിച്ച് പിന്നെയാണ് കുത്തണത്. കുത്തി ഇവൻ സൗണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. അകത്ത് 2 ഡോറായിപ്പോയി. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാനാണ്. അറിഞ്ഞല്ലാന്ന് പറഞ്ഞാൽ ഒരാൾ ഇതില് പോയ ഒരാൾ ഇത് കണ്ട് പിന്നെ വഴിവെക്കണ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു എൻ്റെ വൈഫോട് വെള്ളം പിടിക്കണത്. അപ്പോൾ ഞാനവിടെ പച്ചക്കറി അറിയാനായിട്ട് അപ്പോഴാണ് പറഞ്ഞത് ഒരാൾ ചോരയെ കുടിച്ച് കിടക്കണമെന്ന് വന്ന് നോക്കാം. ഞാൻ ഓടി വന്ന് നോക്കാൻ നേരത്തെ ഈ കടക്കാരനാണ് കിടക്കണം. അപ്പോൾ ഞാനോർത്ത് സ്വയം അറിഞ്ഞു ഒരു പാവം ചക്കര ആത്മഹത്യ ചെയ്താണ് എന്താണ്. പിന്നെയാണ് അറിയണത് CCTV ക്യാമറ എടുത്ത് വരുമ്പോഴാണ് പറഞ്ഞത് പുള്ളിനെ കുത്തിയതാണ്. ആ കുത്തെന്ന് പറഞ്ഞാൽ അപ്പത്തെ അനിയനുണ്ടായിരുന്നു. അനിയന് മനസ്സിലായി ഇവൻ നേരത്തെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭീഷണി ഉണ്ടായിരുന്നു ഇവന് ഈ പുള്ളിക്ക് നേരത്തെ. അത് വേറെ എന്തൊക്കെ കേസൊക്കെയാണ് ഈ ലഹരി മാഫിയ ഇനി ഇവൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ ഇതായിരുന്നു. അപ്പോൾ അവരവിടെ കൊണ്ടുപോയിട്ട് ഇത് ചെയ്ത് ഈ ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊല്ലും എപ്പോഴും പറയുമെന്നാണ് പറയുന്നത്. അതാണ് സംഭവിച്ചത്. ഇല്ല നമ്മൾ കണ്ടിട്ടില്ല. കോട്ടയത്തിൻ്റെ വീട് കുറച്ച് 1 കിലോമീറ്റർ ദൂരെ നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ ഒരു എഡ്വിൻ ഇത് ആ വീട്.